ദൈവതിരുനാമത്തിന്റെയും മാറ്റം എന്ന് പറയുന്നത് സഹജമാണ്, പ്രതീക്ഷിക്കുന്നതാണ്. വിരഹം പ്രതീക്ഷിച്ചുള്ള വിരഹമാണെങ്കിൽ ദുഃഖം കുറയും, അപ്രതീക്ഷിതമായിട്ടുള്ള വിരഹമാണെങ്കിൽ ദുഃഖം വർദ്ധിക്കും. ഇവിടെ അച്ഛന്മാര് വരും പോകും എന്നുള്ളത് എല്ലാവരുടെ മനസ്സിലുണ്ട്. ഇങ്ങനെ അച്ഛന്മാർ വന്നു പോകുമ്പോൾ അവരുടെ ഒരു ഇംപ്രിന്റ്, പാദമുദ്ര ചിലരത് പതിപ്പിക്കും. വർഷങ്ങളുടെ ഈ ചരിത്രായനത്തിൽ അക്കിക്കാവ് പള്ളിക്ക് ഓർത്തെടുക്കാവുന്ന പാദമുദ്രകൾ പതിപ്പിച്ച നിരവധി ആളുകളുണ്ട് അച്ഛന്മാരുടെ, നമുക്കറിയാം. ആ ഗണത്തിലേക്കാണ് പ്രിയപ്പെട്ട എം.വി. അച്ഛൻ കടന്നു വന്നിരിക്കുന്നത്. ഏകദേശം 3 സംവത്സരത്തോളം ഈ ഇടവകയുടെ ഭാഗമായിട്ട് അച്ഛൻ്റെ ശുശ്രൂഷകളും സേവനങ്ങളും പ്രവർത്തനങ്ങളും നേതൃത്വവും എല്ലാം അറിഞ്ഞവരാണ് നമ്മൾ. അതുകൊണ്ട് നിങ്ങളോട് അച്ഛനെ കുറിച്ച് എന്തെങ്കിലും പറയുക എന്നുള്ളത് വാസ്തവത്തിൽ ആവശ്യമില്ല എന്ന് തന്നെ എനിക്കറിയാം. തേൻ മധുരമാണെന്ന് പറയുന്ന പോലെയാണ്. എല്ലാവർക്കും അറിയാം തേൻ മധുരമാണെന്നുള്ളത്. പുതിയ അച്ഛൻ കടന്നു വന്നിരിക്കുന്നു. അച്ഛന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് ചില പ്രതീക്ഷകളുണ്ട്. ഞാൻ പൗരോഹിത്യത്തിന്റെ 2 മുഖങ്ങളെ കുറിച്ചൊന്ന് പറയാം. പൗരോഹിത്യത്തെ കുറിച്ച് നമ്മൾ പാട്ട് പാടുന്നുണ്ട്. ആദ്യാചാര്യത്വം കൈക്കൊണ്ടഹളോ മോശയോട് ഒന്നിച്ച്. ഇത് സഭാപിതാക്കന്മാരുടെ ഒരു ദർശനമാണ്, എങ്ങനെയായിരിക്കണം ആചാര്യന്മാർ എന്നുള്ളത്. അത് മോശയും അഹറോനും ഇവരാണ് ഈ പൗരോഹിത്യത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് ഒരു സൂചകം തരുന്നത്. അഹറോന്റെ പൗരോഹിത്യ ശുശ്രൂഷ എങ്ങനെയായിരുന്നുവെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജനങ്ങൾ എന്തു പറഞ്ഞോ അത് ചെയ്തു കൊടുക്കുക. അവർ പറഞ്ഞ് ദൈവത്തിന് പകരം ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. സാഹചര്യം ഞങ്ങൾക്കറിയാം. മോശ കൽപ്പനകൾ സ്വീകരിക്കുവാനായിട്ട് സീനായി പർവ്വതത്തിൽ കയറിയ സമയത്ത് മോശയുടെ നേതൃത്വം ഇല്ലാതെ വന്ന ആ ഹ്രസ്വമായ കാലത്ത് അവർ പറഞ്ഞു, മോശ പോയി, ഇനി മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പർവ്വതം ഇങ്ങനെ പുകയുന്നുണ്ട് എന്ന് മാത്രം. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരാധിക്കാനായിട്ടൊരു കാളക്കുട്ടി ഉണ്ടാക്കിത്തരാം. വളരെയധികം ഒരു ഡൈലമാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു രംഗം അവരുടെ ഹൃദയത്തിലുണ്ടായി. ജനങ്ങൾ പറയുന്നത് പോലെ ചെയ്യണമോ അതോ വേണ്ടയോ? വാസ്തവത്തിൽ പൗരോഹിത്യത്തിന്റെ ധർമ്മം അതല്ല, ജനങ്ങളെ നയിക്കുക എന്നുള്ളതാണ്. പക്ഷേ ജനങ്ങൾ പൗരോഹിത്യത്തെ നയിക്കുന്ന ഒരു സൂചകമാണ് അഹറോൻ നൽകിയത്. തിരിച്ച് മോശ വരുന്നുണ്ട്. ഇറങ്ങി വരുമ്പോൾ ജനങ്ങളുടെ കോലാഹലം കാണുന്നുണ്ട്. മോശ ചോദിക്കും, എന്താണിത്? ഇത് യഹോവയ്ക്ക് പകരം ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ഞങ്ങൾ അതിനെ ആരാധിക്കുകയാണ്. അഹറോനാണ് ഉണ്ടാക്കി തന്നത്. ഞങ്ങൾ അതിന് വേണ്ട പൈസയൊക്കെ കൊടുത്തു, ആഭരണങ്ങളൊക്കെ കൊടുത്തു. ഇത് കേട്ട മോശ ഈ 2 കൈകളിലും ഉണ്ടായിരുന്ന കൽപ്പലകകൾ താഴെ കോപത്തോടെ എറിഞ്ഞുടച്ചു. എന്നിട്ട് പറയുന്നത്, മരണശിക്ഷ അനുഭവിക്കണം ദൈവത്തെ മറക്കുന്നവർ ഓർക്കുക. ആ കാളക്കുട്ടിയെ ഇടിച്ച് പൊടിച്ച് കലക്കി ആ വെള്ളം അവരെ കൊണ്ട് കുടിപ്പിച്ചു. അതിന് അസാധാരണമായ ധീരത വേണം. ജനങ്ങൾ ഒന്നടങ്കം ഒരു കാര്യം പറയുമ്പോൾ അതല്ല ദൈവത്തിന്റെ വഴി എന്ന് പറഞ്ഞ് ദൈവ വഴിയിലേക്ക് അവരെ കൊണ്ടുവരാൻ ഒരു ആത്മീയമായ ധീരത വേണം. അതുകൊണ്ട് പിതാക്കന്മാർ പറയും, ജനങ്ങളെ കേൾക്കണം അഹറോനെ പോലെ, പക്ഷെ പ്രവർത്തനങ്ങൾ ദൈവത്തിന്റെ ഹിതമനുസരിച്ചാകണം. അതുകൊണ്ട് പൗരോഹിത്യത്തിൽ ഈ ഒരു സങ്കലനം, മോശയും അഹറോനും ചേർന്ന ഒരു ഭാവം ഉണ്ടാകണം. ജനങ്ങളെ ഒട്ടും കേൾക്കാത്തവൻ അല്ല പുരോഹിതൻ. ജനങ്ങളെ കേൾക്കണം, അവരെ തെറ്റുപറ്റുന്നുണ്ടെങ്കിൽ നയിക്കാൻ കഴിയണം നന്മയിലേക്ക്.
ഈ രണ്ട് ഭാവങ്ങളും, അതിൽ മോശയിക ഭാവമാണ് എനിക്ക് പ്രിയപ്പെട്ട എഡ്വിൻ അച്ഛനിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് വർഷങ്ങളുടെ പരിചയമുണ്ട് അച്ഛനെ. ഈ ഒരു മോശയിക ഭാവം ജനങ്ങൾക്ക് അനുവാദം കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം അനുവദിക്കും. പക്ഷേ സഭയുടെ നിലപാടുകൾക്കെതിരായി, ദൈവിക കാര്യങ്ങൾക്കെതിരായി എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അവിടെ മോശയെ പോലെ ധീരത കാണിക്കുന്ന പ്രിയപ്പെട്ട അച്ഛൻ ഈ ഇടവകയ്ക്ക് നൽകിയ സേവനങ്ങൾ നാം ഓർക്കുന്നു. ഒരു കൃത്യതയോടെ ചിട്ടയായി എല്ലാ കാര്യങ്ങളും സംവിധാനം ചെയ്യുവാൻ ഈ കൈക്കാരനോടും കമ്മിറ്റിയോടും ഒക്കെ ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ളത്. ഒത്തിരി കാര്യങ്ങൾ അച്ഛനെ കുറിച്ച് ഓർക്കാനുണ്ട്. അത് സമയം വൈകുമെന്നുള്ള ചിന്ത കൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. പ്രിയപ്പെട്ട അച്ഛൻ്റെ ഈ ഇടവകയ്ക്ക് നൽകിയ എല്ലാ സേവനങ്ങളെയും ശ്ലാഘിച്ചുകൊണ്ട്, നന്ദിയോടെ സ്മരിച്ചുകൊണ്ട്, ഇനിയും അച്ഛൻ പോകുന്ന ഇടവകയിൽ ദൈവികമായ വൈദിക ശുശ്രൂഷ പ്രവർത്തിക്കാൻ അച്ഛന് കഴിയട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും കൃതജ്ഞത പ്രഭാതങ്ങളിൽ സമന്വയം സമർപ്പിക്കുന്നു. മെൽവിൻ അച്ഛനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം നാം അനുഭവിച്ചറിയാൻ പോകുകയാണ്. എങ്കിലും ഒരു സൂചന തരണ്ടേ. റഷ്യയിൽ പോയി തിയോളജിയിൽ മാസ്റ്റർ ബിരുദം നേടിയ ഒരു അഭിവന്ദ്യ വൈദികനാണ് മെൽവിൻ അച്ഛൻ. പ്രായത്തിന്റെ ചെറുപ്പമുണ്ടെങ്കിലും അറിവിന്റെ വാർദ്ധക്യമുണ്ട്. നേടിയെന്ന അറിവെന്ന് പറയുന്നത് ലോകപരിചയം നേടിയെന്ന് മാത്രമല്ല, സദാപിതാക്കന്മാരുടെ എഴുത്തുകളെ കുറിച്ച് പഠിച്ചറിഞ്ഞ് മലങ്കര സഭയുടെ വിശ്വാസത്തിന്റെ ആഴം എന്തെന്ന് പരിശോധിക്കാനുള്ള ഭാഗ്യം കിട്ടിയ അച്ഛൻ പഠന കാര്യങ്ങളിൽ റഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ മികവ് പുലർത്തിയിട്ടാണ് MTH പാസ്സായത്. ആ അച്ഛനെ തുറന്നും പഠിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടായിരിക്കും നമ്മുടെ ഇടവക പോലെ ചെറിയൊരു ഇടവകയെ ഏൽപ്പിച്ചത്. പക്ഷേ ഈ ഇടവക ചെറുതാണെങ്കിലും ഒരു വലിയ ഇടവകയുടെ ഭാവഭാവാന്തികളുള്ള ഒരു അനുഗ്രഹീത ഇടവകയാണത്. അച്ഛൻ്റെ പണ്ഡിതോചിതമായ പ്രവർത്തനങ്ങൾ, സഭയുടെ വിശ്വാസത്തെ ആഴത്തിൽ പഠിക്കുവാനും പറഞ്ഞു തരുവാനുള്ള കഴിവ്, അതോടൊപ്പം തന്നെ ഇടവകയെ വളർത്തുവാനുള്ള അച്ഛൻ്റെ പ്രാർത്ഥനാപൂർവമായ പ്രവർത്തനങ്ങൾ, ഇതൊക്കെയും ഈ ഇടവകയ്ക്ക് അനുഗ്രഹം കൊണ്ടുവരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അച്ഛനും അച്ഛൻ്റെ പ്രവർത്തന സരണിയിൽ എല്ലാ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് ഈ ഇടവകയിലെ അംഗം എന്ന നിലയിൽ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇടവക ദിനമാണ്. ഒരു വാക്ക് അതിനെക്കുറിച്ച് കൂടെ പറഞ്ഞിട്ട്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എപ്പോഴെങ്കിലും സന്തോഷം അനുഭവിച്ചിട്ടുണ്ടോ? സന്തോഷം, സുഖമല്ല, സന്തോഷം. സുഖമെന്ന് പറയുന്നത് നമുക്ക് നൈമിഷികമാണ്. ഒരു ഐസ്ക്രീം കഴിച്ചാൽ സുഖം കിട്ടും, അല്ലെങ്കിൽ വേർക്കുമ്പോൾ ഫാനിട്ട് ഒരു സുഖം കിട്ടും. അതൊക്കെ കുറച്ച് സമയത്തേക്ക്. ഉള്ളിലുള്ള സന്തോഷം അനുഭവിച്ചിട്ടുണ്ടോ? ഒരു അച്ഛനോട് ഒരു അമ്മച്ചി പറഞ്ഞത്രേ, ഒരു സ്വസ്ഥതയുമില്ല അച്ഛൻ, മഴ പെയ്യുമ്പോൾ എൻ്റെ മനസ്സ് കിടങ്ങും. കാരണം എൻ്റെ മോളെ കെട്ടിച്ചിരിക്കുന്നത് ഒരു നൂഡിൽസ് ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഓണറിനാണ്. മഴ പെയ്താൽ ഈ നൂഡിൽസ് ഉണക്കാൻ പറ്റില്ല, അവരുടെ നഷ്ടം വരും അവർക്ക്. അത് ഓർത്ത് എൻ്റെ മനസ്സ് തല പൊട്ടുകയാണ്. മഴ പെയ്യുന്ന കണ്ടാൽ എൻ്റെ മനസ്സിൽ വിഷമമാണെന്ന്. അപ്പൊ വെയിൽ വന്നാൽ സന്തോഷം ഉണ്ടാകും, വെയിൽ വന്നാൽ തീരെ സന്തോഷമില്ല. കാരണം എന്താണെന്നറിയോ? എൻ്റെ രണ്ടാമത്തെ മോളെ കെട്ടിച്ചിരിക്കുന്നത് കൊടയുണ്ടാക്കുന്ന കമ്പനിയിലേക്കാണ്, അതിന്റെ ഓണറാണ്. വെയിൽ വരുമ്പോ ഞാൻ വിചാരിക്കും, അയ്യോ എൻ്റെ മോളുടെ കൊടകളൊന്നും ചെലവാകില്ലല്ലോ എന്ന്. നോക്കൂ, മഴ പെയ്താലും മനസ്സിൽ ആശങ്കയാണ്, ദുഃഖമാണ്. വെയിൽ വന്നാലും മനസ്സിൽ ദുഃഖമാണ്. നമ്മൾ ആരെങ്കിലും അങ്ങനെയുണ്ടോ? എപ്പോഴും നല്ല കാര്യങ്ങൾ ഗ്രഹിക്കാതെ എപ്പോഴും ദോഷം മാത്രം കണ്ടുകൊണ്ട് സന്തോഷ നിമിഷങ്ങളെ ദുഃഖമാക്കി മാറ്റുന്നവരുണ്ടെങ്കിൽ, അച്ഛൻ ആ അമ്മയോട് പറഞ്ഞു, വെയിൽ ഉദിക്കുമ്പോൾ നീ ഓർക്കേണ്ടത് ഒറ്റ കാര്യമുണ്ട്, ഒരു മോളെ ഓർക്കാം. എൻ്റെ ഒരു മോൾ ഇപ്പോൾ നൂഡിൽസ് ഒക്കെ ഉണക്കി നല്ല ചെലവുണ്ടായി, അവർക്ക് നല്ല വരുമാനം കിട്ടും. അത് ഓർക്കുമ്പോൾ ഒരു സന്തോഷമില്ലേ എനിക്ക്? അത് സന്തോഷമുണ്ട്. അത് മാത്രം ഓർത്താൽ മതി. മഴ പെയ്യുമ്പോൾ നീ ഓർക്കേണ്ടത്, എൻ്റെ രണ്ടാമത്തെ മകൾക്ക് കുടകൾ ധാരാളം ചെലവാകും, നല്ല വരുമാനം ഉണ്ടാകും. അത് ഓർക്കുമ്പോൾ സന്തോഷമില്ലേ? സന്തോഷമുണ്ട്. അപ്പോൾ മഴ പെയ്താലും നിനക്ക് സന്തോഷിക്കാം, വെയിൽ വെച്ചാലും നിനക്ക് സന്തോഷിക്കാം. മറിച്ചുള്ള ചിന്തകളാണ് നമ്മുടെ സന്തോഷം കളയുന്നത് നോക്കുക. അതുകൊണ്ട് സന്തോഷിക്കാനുള്ള എന്തെങ്കിലും വകകൾ ദൈവം നമുക്ക് തന്നു കാണും, അത് ഓർക്കുക.
ഏത് നിമിഷങ്ങളും സന്തോഷമാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലോകയ്ക്ക് എല്ലാ സ്നേഹവും തന്നുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം നിങ്ങൾ ഒരുക്കി എന്നുള്ളതിൽ മൊത്തം കണ്ട് ഈ കമ്മിറ്റിയെയും ആത്മീയ സംഘടനകളെയും പ്രകീർത്തിച്ചുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിലും രണ്ട് വാക്ക് കേൾക്കുവാനുള്ള മനസ്സ് കാണിച്ചുകൊണ്ട് സ്നേഹം പകരുന്നു. ദൈവം നിങ്ങളെ തലമുറകളായിട്ട് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.